നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. എൻ്റെ ചാനലിൻ്റെ പേര് കിങ്ഡം ഓഫ് ബയോളജി. ഇതിൽ ഞാൻ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വിവിധ തരത്തിലുള്ള എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സാമിനേഷൻസിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും അതെങ്ങനെയാണ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാവുന്നതിനുള്ള പ്രത്യേകമായിട്ടുള്ളൊരു രീതിയുമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നീറ്റ്, എയിംസ്, ഐസർ, ജിംപർ എന്നിയ വിവിധ തരത്തിലുള്ള കോഴ്സുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഡിസ്കഷനുള്ള ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് സബ്ജക്റ്റ് വൈസ് ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷനാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഒന്ന് ശ്രദ്ധിക്കുക. 4 സബ്ജക്റ്റുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്: കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി. ബയോളജിയുടെ 2 പാർട്ടാണ് ബോട്ടണിയും സുവോളജിയും. എല്ലാ സബ്ജക്റ്റുകൾക്കും ഈക്വൽ വെയിറ്റേജിനനുസരിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്നത്. അപ്പോൾ ബോട്ടണിക്കും സുവോളജിക്കും ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ഈക്വൽ വെയിറ്റേജ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പഠന രീതി നല്ല രീതിയിൽ പോയാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക. പുതിയ വീഡിയോ ചാനലിൻ്റെ പേര് ഒന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്: കിങ്ഡം ഓഫ് ബയോളജി. ഇതുവരെ ഈ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നല്ലപോലെ വ്യക്തമായിട്ട് വായിക്കാം. ചേഞ്ചസ് ഇൻ GnRH pulse frequency in females is controlled by circulating levels of GnRHൻ്റെ പൾസ്, അതിൻ്റെ റിതം, അതിൻ്റെ ഇൻക്രീസും ഡിക്രീസും കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 4 ഓപ്ഷനിലും കൂടി 3 ഹോർമോൺസ് കിടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഈസ്ട്രോജൻ, പ്രൊഗസ്ട്രോൺ ആൻഡ് ഇൻഹിബിൻ. നമുക്ക് 2 ഹോർമോൺസിനെ വളരെ വ്യക്തമായിട്ട് അറിയാം: ഈസ്ട്രോജൻ ആൻഡ് പ്രൊഗസ്ട്രോൺസ്. ഇതെല്ലാം ഫീമെയിൽ ഹോർമോൺസ് ആണ്. പരിചയമില്ലാത്തൊരു ഹോർമോണാണ് ഇൻഹിബിൻ. അതിന് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഇൻഹിബിൻ ഉള്ളത്. ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒരിക്കലും GnRHനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ആൻസർ വ്യക്തമായി ഈസ്ട്രോജനും പ്രൊഗസ്ട്രോണും ഡി എന്ന് പറയുന്ന ആൻസർ ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യന് ആധാരമായിട്ടുള്ള ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. മൈക്രോട്യൂബ്യൂൾസ് ആർ ദ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ്. ക്വസ്റ്റ്യൻ ആദ്യം ശ്രദ്ധിക്കുക. മൈക്രോട്യൂബ്യൂൾസ് സെൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മൈക്രോട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്. മൈക്രോട്യൂബ്യൂൾസിൽ സെല്ലിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ സെല്ലിൽ സൈറ്റോപ്ലാസത്തിൽ കുറേ സെൽ ഓർഗനൽസ് ഉണ്ട്. സെൽ ഓർഗനൽസ് കൂടാതെ കണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള ഫിലമെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിന് പറയുന്ന പേരാണ് മൈക്രോട്യൂബ്യൂൾസ് എന്നുള്ളത്. ആ മൈക്രോട്യൂബ്യൂൾസ് സെല്ലിൽ കാണുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ആ കോർഡിനേറ്റ് ചെയ്യുന്ന ഏതൊക്കെ സ്ട്രക്ചേഴ്സിലാണ് മൈക്രോട്യൂബ്യൂൾസ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അതിൽ എ ഓപ്ഷൻ പറയുന്നത് സ്പിൻഡിൽ ഫൈബേഴ്സ് ആണ്. ഓപ്ഷൻ നോക്കുക. സ്പിൻഡിൽ ഫൈബേഴ്സ് സെൽ ഡിവിഷന്റെ സമയത്ത് ഫോം ചെയ്യുന്ന ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. സെൻട്രിയോൾസ് സെൽ ഡിവിഷന്റെ സമയത്ത് തന്നെ. അതുപോലെ തന്നെ അനിമൽ സെല്ലിലാണെങ്കിൽ സെൻട്രിയോൾസ് ഉണ്ടായിരിക്കും. അല്ല എങ്കിൽ ഫ്ലജല്ല, സിലിയ, അതിൻ്റെയൊക്കെ ബേസൽ ബോഡിയിൽ കാണുന്ന സ്ട്രക്ചറാണ് സെൻട്രിയോൾസ് എന്ന് പറയുന്നത്. ആൻഡ് സിലിയ, മൈന്യൂട്ട് ആയിട്ടുള്ള സ്മോൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിന് പറയുന്ന പേരാണ് സിലിയ. ബി എന്ന് പറയുന്ന ഓപ്ഷൻ അഗെയിൻ സെൻട്രിയോൾസ്, സ്പിൻഡിൽ ഫൈബേഴ്സ് ആൻഡ് ക്രൊമാറ്റിൻ. അതിൽ വ്യക്തമായി നോക്കിക്കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ക്രൊമാറ്റിൻ മീൻസ് ക്രൊമാറ്റിൻ റെറ്റിക്കുലാണ്, DNA കുറിച്ചിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് സി ഓപ്ഷൻ സെൻട്രോസോം, ന്യൂക്ലിയോസോം ആൻഡ് സെൻട്രിയോൾ. അവിടെയും വന്നു സെൻട്രോസോം, ന്യൂക്ലിയോസോം. ഇതെല്ലാം ന്യൂക്ലിയസ് റിലേറ്റഡ് ആണ്. ഞാൻ പറഞ്ഞു സെൽ ഓർഗനൽസ് അല്ല, സ്മോൾ ഫിലമെന്റ്സ് ആണെന്നുള്ളത്. ലാസ്റ്റ് ഓപ്ഷൻ നോക്കുക. സിലിയ, ഫ്ലജല്ല ആൻഡ് പെറോക്സിസോംസ്. പെറോക്സിസോംസ് പറഞ്ഞാൽ ഒരു മൈക്രോബോഡിയാണ്. സിലിയ, ഫ്ലജല്ല ഓക്കെ ആണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ സെൽ ഓർഗനൽസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, ആ കറക്റ്റ് ആൻസർ ആവില്ല. കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. സ്പിൻഡിൽ ഫൈബേഴ്സ്, സെൻട്രിയോൾസ് ആൻഡ് സിലിയ. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരുന്നത്. മനസ്സിലേക്ക് കൊണ്ടുവരിക, മൈക്രോട്യൂബ്യൂൾസ് സ്മോൾ സ്ട്രക്ചേഴ്സ് ആണ്. അത് സെൽ ഓർഗനൽസും അല്ല, അതുപോലെയുള്ള ഓവൽ ഷേപ്ഡോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ഒന്നും അല്ല, ഫിലമെന്റസ് ആണെന്ന് മാത്രം വ്യക്തമാക്കിയാൽ നമുക്ക് ഈ കറക്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പറ്റും. തേർഡ് ക്വസ്റ്റ്യൻ ഒബ്സർവ് ചെയ്യുക. റിലേറ്റഡ് ടു സെൽ ആണ്.
സെല്ലിലെ രണ്ട് പ്രധാനപ്പെട്ട സെൽ ഓർഗനൽസ് ആണ് മൈറ്റോകോൺട്രിയ ആൻഡ് ക്ലോറോപ്ലാസ്റ്റ്. ഈ രണ്ട് സെൽ ഓർഗനൽസ് നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ തന്നെ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഓപ്ഷൻ കണ്ടില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നതാണ്, സെമി ഓട്ടോണമസ് സെൽ ഓർഗനൽ. അത് തന്നെയാണ് ഫസ്റ്റ് ഓപ്ഷൻ, സെമി ഓട്ടോണമസ് സെൽ ഓർഗനൽ. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സെമി ഓട്ടോണമസ് സെൽ ഓർഗനൽ? സെൽഫ് സഫിഷ്യൻ്റ് ആണ്. സാധാരണ ഒരു സെല്ലിന്റെ കൺട്രോളിംഗ് സെന്റർ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ കണ്ട് തന്നെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ പറ്റുന്ന രണ്ട് പ്രധാനപ്പെട്ട സെൽ ഓർഗനലാണ്, പ്ലാന്റ് സെല്ലിൽ കാണുന്ന രണ്ട് പ്രധാനപ്പെട്ട സെൽ ഓർഗനലാണ് മൈറ്റോകോൺട്രിയയും ക്ലോറോപ്ലാസ്റ്റും. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ, സെമി ഓട്ടോണമസ് സെൽ ഓർഗനൽ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ഓൾവേസ് ട്രൂ ആണ്. സെക്കൻഡ് വരുന്നത് ഫോംഡ് ബൈ ദ ഡിവിഷൻ ഓഫ് പ്രീ എക്സിസ്റ്റിംഗ് സെൽ ഓർഗനൽസ് ആൻഡ് ദേ കണ്ടെയ്ൻ DNA. ആ ഓപ്ഷൻ വരെ കറക്റ്റ് ആണ്. ബട്ട് ലാക്ക് പ്രോട്ടീൻ സിന്തസൈസിങ് മെഷീനറി. അതിലെന്തില്ല? പ്രോട്ടീൻ സിന്തസിസ് ചെയ്യാനുള്ള മെഷീനറി ഇല്ല, റൈബോസോംസ് ആബ്സെന്റ് ആണെന്നാ പറയുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻ ഈസ് കറക്റ്റ്? അപ്പോൾ ഫസ്റ്റ് വൺ ട്രൂ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ട്രൂ ഉള്ളത് നമ്മൾ ശ്രദ്ധിക്കാം. ഫസ്റ്റ് ട്രൂ ആണ്. സെക്കൻഡും മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ കണ്ട് എ ഓപ്ഷൻ ശ്രദ്ധിക്കുക. സെക്കൻഡ് ഈസ് ട്രൂ ബട്ട് വൺ ഈസ് ഫാൾസ്. അപ്പോൾ നമ്മൾ അതിനെ മാറ്റി നിർത്താം. രണ്ടാമത്തത് വൺ ഈസ്, ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ട്രൂ ബട്ട് സെക്കൻഡ് ഈസ് ഫാൾസ്. നമ്മുടെ മനസ്സിലേക്ക് ആൻസർ കടന്നു വന്നു, ബി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ എന്നുള്ളത്. സിയും ഡിയും എന്നാലും ഒന്നും കൂടി നോക്കാം. ബോത്ത് 1 and 2 ആർ ഫാൾസ്. ഒരിക്കലും അല്ല. ഡി എന്ന് പറയുന്നത് ബോത്ത് 1 and 2 ആർ കറക്റ്റ്. അതും ഒരിക്കലും അല്ല. അപ്പൊ ഈ ഓപ്ഷൻസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ സെമി ഓട്ടോണമസ് സെൽ ഓർഗനൽസിന്റെ ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. Our fourth question, observe the fourth question, related to our eye ആണ്. Photosensitive compound in human eye is made up of. Photosensitive എന്ന് പറയുമ്പോൾ തന്നെ ഐയുടെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. 3 distinct layers ഉണ്ട് ഐന്. ഐയുടെ ഇന്നർ ലെയർ എന്ന് പറയുന്ന പേരാണ് റെറ്റിന. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. Photosensitive cells, light absorbing cells are found in retina. അപ്പോൾ റെറ്റിനയോട് റിലേറ്റഡ് ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് നമ്മൾ മനസ്സിലാക്കി. റെറ്റിനയിൽ കാണുന്ന ഒരു പ്രത്യേക പിഗ്മെന്റ് ആണ് ഫോട്ടോപ്സിൻ എന്ന് പറയുന്നത്. ഫോട്ടോപ്സിൻ എന്ന് ലൈറ്റിൽ ഡിസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കെമിക്കൽ മോളിക്യൂൾ ആണ് ഫോട്ടോപ്സിൻ. ആ ഫോട്ടോപ്സിനിലേക്ക് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഫോട്ടോ സെൻസിറ്റീവ് ആണ്. അതിൽ കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. കെമിക്കൽ റിയാക്ഷൻസ് നടന്നാൽ ഒരു കോമ്പൗണ്ട് സ്പ്ലിറ്റ് ആവും, ഒരു ലാർജ് കോമ്പൗണ്ട് സ്പ്ലിറ്റ് ആവും. എങ്ങനെയാണ് സ്പ്ലിറ്റ് ആയിട്ട് കണ്ണിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാനുള്ള കെമിക്കൽ റിയാക്ഷൻസ് നടക്കണമെന്നാണ് ഈ ക്വസ്റ്റ്യൻ്റെ ചോദ്യം. അപ്പോൾ അതിലുള്ള ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. എ ഓപ്ഷൻ ഓപ്സിൻ ആൻഡ് റെറ്റിനൽ. ഓപ്ഷൻ ഞാൻ പറയാം. ഓപ്സിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ ആണ്. റെറ്റിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ എ ആണ്. നാച്ചുറലായിട്ട് നമ്മുടെ കണ്ണിൽ കാണുന്ന വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ് റെറ്റിനൽ. ഇറ്റ് ഈസ് എൻ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ്. നെക്സ്റ്റ് ബി ഓപ്ഷൻ ഓപ്സിൻ ആൻഡ് റെറ്റിനോൾ ആണ്. അതിലും ഓപ്സിൻ ഉണ്ട്. ഓപ്സിൻ ഈസ് എ പ്രോട്ടീൻ ആണ്. റെറ്റിനോൾ മീൻസ് വൈറ്റമിൻ എ തന്നെയാണ്, ബട്ട് ഇറ്റ്സ് എൻ ആൽക്കഹോൾ കോമ്പൗണ്ട് ആണ്. നമുക്ക് നിശ അന്ധത എന്ന് പറയുന്ന ഒരു അസുഖം, രാത്രി കാലങ്ങളിൽ കണ്ണ് കാണാൻ പറ്റാതായി പിന്നെ കംപ്ലീറ്റ് ബ്ലൈൻഡ് ആവുന്ന ഒരു സിറോപ്താൽമിയ എന്ന് പറയുന്ന ഒരു അസുഖം ഭേദമാക്കുന്നതിന് വേണ്ടിയിട്ട് വൈറ്റമിൻ എ സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കുന്ന വൈറ്റമിൻ റിച്ച് ഫുഡിൽ അടങ്ങിയിരിക്കുന്ന കോമ്പൗണ്ട് ആണ് റെറ്റിനോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ട്രാൻസ്ഡ്യൂസിൻ. ഇതും ഒരു പ്രോട്ടീൻ ആണ്. ആൻഡ് റെറ്റിനിൻ. റെറ്റിനിൻ മീൻസ് ഡിസ്കവർ ചെയ്തപ്പോൾ വൈറ്റമിൻ എ ഡിസ്കവർ ചെയ്തപ്പോൾ കണ്ണിൽ ഡിസ്കവർ ചെയ്തപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇട്ട പേരാണ് റെറ്റിനിൻ എന്ന് പറയുന്നത്. ലേറ്റർ ഡിസ്കവറിക്ക് ശേഷം പൂർണ്ണമായി അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം റെറ്റിനിൻ ഇപ്പോൾ നിലവിലില്ല. അതിന് പകരമായിട്ട് റെറ്റിനാൽ എന്നാണ് പറയുന്നത്. ഡി ഓപ്ഷൻ നോക്കി നോക്കുക. ഗോണോസിൻ. ഗോണോസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൈട്രജൻ ബേസ് ആണ്. ഗോണിൻ എന്ന് പറയുന്ന ഒരു നൈട്രജൻ ബേസ് ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ റെറ്റിനോൾ ആണ്. ഇത് നാലും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആൻസറിലേക്ക് എത്തുകയാണ്. ഫോട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഫോട്ടോപ്സിൻ ആണ്. അതിലുള്ള രണ്ട് ഘടകങ്ങളാണ് ഓപ്സിൻ ആൻഡ് റെറ്റിനാൽ. ഓപ്ഷൻ ഈസ് എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
റിലേറ്റഡ് ടു ദ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്. ആ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് അതിൽ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ക്രൈസോഫൈറ്റ്, യൂഗ്ലിനോയിഡ്സ്, ഡൈനോഫ്ലജല്ലേറ്റ്സ്, സ്ലൈമോൾഡ്. ഇതിൽ ബാക്കിയുള്ള വേർഡുകളൊന്നും കിട്ടിയില്ല എങ്കിൽ യൂഗ്ലിനോയിഡ്സ് നമുക്ക് പരിചയമുള്ള വേർഡാണ് യൂഗ്ലിന. യൂഗ്ലിന എന്ന് കേട്ടാൽ തന്നെ യൂണിസെല്ലുലാർ ആയിട്ടുള്ള എക്വാട്ടിക് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യൂണിസെല്ലുലാർ. ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് കടക്കാൻ 4 കിങ്ഡം ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എ ഓപ്ഷൻ പ്രോട്ടിസ്റ്റ, ബി ഓപ്ഷൻ ഫഞ്ചൈ, സി അനിമേലിയ ആൻഡ് ഡി മൊണീറ. ഇതിൽ അനിമേലിയ നമുക്ക് കണ്ട ഉടനെ തന്നെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റാവുന്നതാണ്. യൂഗ്ലിനെ കണ്ടപ്പോൾ യൂണിസെല്ലുലാർ ആണെന്ന് മനസ്സിലാക്കി. അനിമേലിയ കിങ്ഡത്തിൽ ഒരിക്കലും യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ഇല്ല. എല്ലാ ഓർഗാനിസംസും മൾട്ടി സെല്ലുലാർ ആണ്. ബാക്കി 3 ഓപ്ഷൻസ് ആണ് പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ ആൻഡ് മൊണീറ. യുഗ്ലിന എന്ന് കേൾക്കുമ്പോൾ തന്നെ ഫോട്ടോസിന്തറ്റിക് ആണ്. അപ്പോൾ ഫഞ്ചൈ നോക്കി നോക്കുക. ഫഞ്ചൈ ഹെട്രോട്രോഫിക് ആണ്, യാതൊരു സംശയവുമില്ല. ഹെട്രോട്രോഫിക് ആണ്, നോട്ട് ഫോട്ടോസിന്തറ്റിക് ആണ്. പിന്നെ നമ്മുടെ മുന്നിലുള്ള 2 ഓപ്ഷൻസ് ആണ് പ്രോട്ടിസ്റ്റയും മൊണീറയും. പ്രോട്ടിസ്റ്റ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാര് യൂണിസെല്ലുലാർ ആയിരിക്കും, യുക്കാരിയോട്ടിക് ആയിരിക്കും. മൊണീറ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാര് യൂണിസെല്ലുലാർ ആണ്, പക്ഷെ പ്രോകാരിയോട്ടിക് ആണ്. യുഗ്ലിന എല്ലാവരും വരച്ചു പഠിച്ചൊരു ചിത്രമാണ്. അതിൽ ന്യൂക്ലിയസ് നമ്മൾ വ്യക്തമായിട്ട് വരച്ചിട്ടുണ്ട്. ആ 3 ഓപ്ഷനെ മാറ്റി നിർത്തിയാൽ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്, ദാറ്റ് ഈസ് പ്രോട്ടിസ്റ്റ. അവർ 6th ക്വസ്റ്റ്യൻ നോക്കി നോക്കുക. പ്രിമിറ്റീവ് പ്രൊകാരിയോട്ടിക്. നമുക്ക് മനസ്സിലായി. പ്രിമിറ്റീവ് പ്രൊകാരിയോട്ടിക് റെസ്പോൺസിബിൾ ഫോർ പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ് ഫ്രം ദ ഡങ് ഓഫ് റൂമിനന്റ് അനിമൽസ് ഇൻക്ലൂഡ് ദ. ഓപ്ഷൻസ് നോക്കി നോക്കുക. കിങ്ഡം മൊണീറയെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്. പ്രൊകാരിയോട്ടിക് ആയിട്ടുള്ള ഒറ്റ കിങ്ഡം മാത്രമേ ഉള്ളൂ, കിങ്ഡം മൊണീറ. ആ കിങ്ഡം മൊണീറയിലെ 4 മെമ്പേഴ്സിനെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 4 മെമ്പേഴ്സും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 മെമ്പേഴ്സ് ആണ് അവിടെ തന്നിരിക്കുന്നത്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമോ അസിഡോഫിൽസ് ആണ്. തെർമോ മീൻസ് ഹൈ ടെമ്പറേച്ചർ. ആസിഡ് സ്ട്രോങ് ആയിട്ടുള്ള ഹോട്ട് ആയിട്ടുള്ള സ്പ്രിംഗ് ആസിഡിൽ കാണുന്ന ആർക്കി ബാക്ടീരിയാസ് ആണ് തെർമോ അസിഡോഫിൽസ്. അപ്പോൾ അതൊരിക്കലും ബയോഗ്യാസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ബി എന്ന് പറയുന്ന ഓപ്ഷൻ മെത്തനോജൻസ്. മീനിങ്, മെത്തനോജൻസിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഥൈൻ പ്രൊഡ്യൂസിങ് ഗ്യാസ് എന്നാണ്. സി ഓപ്ഷൻ യു ബാക്ടീരിയ. യു ബാക്ടീരിയ മീൻസ് യു മീൻസ് കറക്റ്റ്. ട്രൂ ആയിട്ടുള്ള ബാക്ടീരിയാസിന് പറയുന്ന പേരാണ് യു ബാക്ടീരിയാസ്. ഫോട്ടോസിന്തറ്റിക് ആണ്. ഡി ഓപ്ഷൻ ഹാലോഫിൽസ്. സ്ട്രോങ് ആയിട്ടുള്ള ഹാലജൻസ് അല്ലെങ്കിൽ സോൾട്ടി റീജിയൻസിൽ കാണുന്നതാണ് ഹാലോഫിൽസ്. ഇപ്പൊ 2 എണ്ണത്തിനെ നമുക്ക് മാറ്റി നിർത്താം. തെർമോ അസിഡോഫിൽസും അല്ല, ഹാലോഫിൽസും അല്ല. പിന്നെ 2 എണ്ണുള്ളത് ബിയും സിയും ആണ്. സി യു ബാക്ടീരിയ ഫോട്ടോസിന്തറ്റിക് ആണ്. അപ്പോൾ അത് ഓക്സിജൻ എവല്യൂഷൻ ആയിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്. ബി എന്ന് പറയുന്നത് മെത്തനോജൻസ് ആണ്. മീത്തൈൻ. മീത്തൈൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു ആൻസർ ആണ്. ബയോഗ്യാസിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മീത്തൈൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ, മെത്തനോജൻസ്. ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതിൽ എക്കോസിസ്റ്റം റിലേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ എല്ലാ ഏരിയയിൽ കൂടി നമ്മൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ which one of the following is a characteristic feature of cropland ecosystem? Cropland ecosystemത്തിന് യോജിക്കുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതിൽ എ ഓപ്ഷൻ പറയുന്നത് ലീസ്റ്റ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സെൻസ് ഓഫ് വീഡ്സ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോളജിക്കൽ സക്സഷൻ. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സെൻസ് ഓഫ് സോയിൽ ഓർഗാനിസംസ്. ഒരു ക്രോപ്പ് ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ആ ക്രോപ്പ് ലാൻഡിൽ മെയിൻ ആയിട്ട് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ലാൻഡാണ് ക്രോപ്പ് ലാൻഡ് എന്ന് പറയുന്നത്. അവിടെ ജനറ്റിക് ഡൈവേഴ്സിറ്റി കുറവായിരിക്കും. അതായത് ജീനിന്റെ ഡിഫറൻസ് വളരെയധികം കുറവായിരിക്കും. ഒരു ഫോറസ്റ്റോ അല്ലെങ്കിൽ ഒരു ഗ്രാസ് ലാൻഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇക്കോളജിക്കൽ ആയിട്ടുള്ള സിസ്റ്റംസ് എടുത്തു കഴിഞ്ഞാൽ, എക്കോസിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ഒരു വാസ്റ്റ് ഡൈവേഴ്സിറ്റി, ബയോഡൈവേഴ്സിറ്റി ഏറ്റവും കൂടുതലുള്ളതാണ് ഈ ഫോറസ്റ്റ്, അതുപോലെ തന്നെ ഗ്രാസ് ലാൻഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ.
ക്രോപ്പ് ലാൻഡിൽ എപ്പോഴും ലീസ്റ്റ് ആയിട്ട് എന്ത് ഡൈവേഴ്സിറ്റി ഉണ്ടായിരിക്കും? ജനറ്റിക് ഡൈവേഴ്സിറ്റി ഉണ്ടായിരിക്കും. പക്ഷെ അവരുടെ പ്രൊഡക്ഷൻ വളരെ കൂടുതലായിരിക്കും. കാരണം ഒരേ തരത്തിലുള്ള ക്രോപ്പുകളായിരിക്കും. എല്ലാതും മാക്സിമം കൾട്ടിവേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് അവയുടെ പ്രൊഡക്ഷൻ മാക്സിമം ആയിരിക്കും. പക്ഷെ ജനറ്റിക് ഡൈവേഴ്സിറ്റി കുറവായിരിക്കും. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്, ലീസ്റ്റ് ജനറ്റിക് ഡൈവേഴ്സിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ നല്ലപോലെ ശ്രദ്ധിക്കുക. നമുക്കൊരു രസകരമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നുന്നതാണെങ്കിലും നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ കുറച്ച് ചിലപ്പോൾ ബുദ്ധിമുട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ സിമ്പിളായിട്ട് കാണുന്ന കാര്യങ്ങളെല്ലാം തന്നെ കോംപ്ലിക്കേറ്റിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ സിമ്പിളാക്കി തള്ളിക്കളയരുത്. ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക. ഇറ്റ് ഈസ് മച്ച് ഈസിയർ ഫോർ എ സ്മോൾ അനിമൽ ടു റൺ അപ്പ് ഹിൽ ദാൻ ഫോർ എ ലാർജ് അനിമൽ ബിക്കോസ് റീസൺ ആണ്. നമുക്കറിയാവുന്ന ഒരു ജെനുവിൻ ആയിട്ടുള്ള റീസൺ ആണ്. ചെറിയ ആൾക്കാർക്ക് പെട്ടെന്ന് കയറാൻ പറ്റും. പക്ഷെ അതിൻ്റെ സയന്റിഫിക് റീസൺ ആണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സയന്റിഫിക് റീസണിൽ 4 റീസൺസ് കൊടുത്തിട്ടുണ്ട്. എ മീൻസ് സ്മോളർ അനിമൽസ് ഹാവ് എ ഹയർ മെറ്റബോളിക് റേറ്റ്. മെറ്റബോളിക് റേറ്റ് മീൻസ് റെസ്പിരേഷൻ. മെറ്റബോളിസം മീൻസ് ഓവറോൾ നമ്മുടെ കെമിക്കൽ ചേഞ്ചസ് ഇൻ അവർ ബോഡിക്ക് പറയുന്ന പേരാണ് മെറ്റബോളിസം. നമ്മുടെ ബോഡിയിൽ ബ്രേക്ക് ഡൗൺ പ്രോസസ്സ് ഉണ്ടായിരിക്കും, അതിന് പറയുന്ന പേരാണ് കാറ്റബോളിസം. അത് റെസ്പിരേഷൻ ആണ്. ഒരു സിന്തസിസ് പ്രോസസ്സ് ഉണ്ടായിരിക്കും, അതിന് എക്സാമ്പിളാണ് പ്രോട്ടീൻ സിന്തസിസ്, അത് അനബോളിസം ആണ്. അപ്പോൾ മെറ്റബോളിസം മീൻസ് 2 റേറ്റും ഉണ്ട്, കൺസ്ട്രക്ഷൻ വർക്കും നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബ്രേക്ക് ഡൗൺ ഉണ്ട്. അത് വളരെ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത് സ്മോളർ അനിമൽസിൽ. ബി എന്ന് പറയുന്നത് സ്മോൾ അനിമൽസ് ഹാവ് എ ലോവർ O2 റിക്വയർമെന്റ്. ഓക്സിജൻ കുറച്ച് മതി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, the efficiency of muscles in large animal is less than the small animals. Efficiency ലുള്ള വ്യത്യാസം. ഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈസിയർ ടു ക്യാരി എ സ്മോൾ ബോഡി വെയ്റ്റ്. ഇതൊന്നുമല്ല ഇതിൻ്റെ സയന്റിഫിക് ആയിട്ടുള്ള റീസൺ. സയന്റിഫിക് റീസൺ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. സ്മോളർ അനിമൽസ് ഹാവ് എ ഹയർ മെറ്റബോളിക് റേറ്റ്. അവരുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ ഫാസ്റ്റ് ആണ്. റിലീസിങ് എനർജി, സിന്തസിസും അതുപോലെ തന്നെ റിലീസിങ് എനർജിയും വളരെ ഹൈ ആയതുകൊണ്ട് അവയ്ക്ക് പെട്ടെന്ന് ക്ലൈംബ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ എ. The next question. Depletion of which gas in the atmosphere can lead to an increased incidence of skin cancer? അതായത് എൻവയോൺമെന്റൽ പൊല്യൂഷന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പൊല്യൂഷൻ റിലേറ്റഡ് ആണ്. ആ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ സ്കിൻ ക്യാൻസർ കോസ് ചെയ്യാനുള്ള ഏത് ഗ്യാസ് ഡെപ്ലീറ്റ് ചെയ്താലാണ്, ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് സ്കിൻ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവുന്നതാണ് ക്വസ്റ്റ്യൻ്റെ അർത്ഥം. അതിൽ എ എന്ന് പറയുന്ന ഓപ്ഷൻ ഓസോൺ ആണ്. ഓസോൺ അറിയാത്തവരാരുമില്ല. O3 ആണ് ഓസോൺ. ഓസോൺ ഈസ് എ പ്രൊട്ടക്റ്റീവ് അംബർല ലെയർ ഇൻ സ്ട്രാറ്റോസ്ഫിയർ ഓഫ് അവർ എർത്ത്. എർത്തിന്റെ സ്ട്രാറ്റോസ്ഫിയറിൽ കാണുന്ന ഒരു അംബർലയാണ് ഓസോൺ എന്ന് പറയുന്നത്. ബി ഓപ്ഷൻ അമോണിയ. അതൊരു നാച്ചുറൽ ആയിട്ട് കാണുന്ന ഒരു കോമ്പൗണ്ട് ആണ് അമോണിയ എന്നുള്ളത്. സി എന്ന് പറയുന്നത് മീത്തൈൻ ആണ്. ഡി എന്ന് പറയുന്നത് നൈട്രസ് ഓക്സൈഡ് ആണ്. ഈ 4 ഓപ്ഷനും വ്യക്തമായിട്ട് നോക്കുക. നൈട്രസ് ഓക്സൈഡ്, മീത്തൈൻ, ഇത് രണ്ടും നമുക്ക് ഗ്ലോബൽ വാർമിങ്ങിൽ കാണുന്ന 2 ഗ്യാസസുകളാണ്, നൈട്രസ് ഓക്സൈഡും മീത്തൈനും. അമോണിയ നേച്ചറിൽ കാണുന്ന സാധാരണ ഒരു കോമ്പൗണ്ട് ആണ് അമോണിയ. ഓസോൺ, depletion of ozone layer causes skin cancer. So our answer is ozone. Ozone divides into O2 and molecular oxygen. It makes holes on the ozone layer. അതിന് പറയുന്ന പേരാണ് ഓസോൺ ഹോൾ എന്നുള്ളത്. ഓസോൺ ഹോള് O3 ഡെപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓക്സിജനും മോളിക്കുലാർ ഓക്സിജനും ആയിട്ട് മാറുകയാണ്. ദാറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് CFC, ക്ലോറോഫ്ലൂറോകാർബൺ, വൺ ഓഫ് ദ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. അങ്ങനെ അതിന്റെ തിക്കനിങ് കുറയുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഓസോൺ ഹോൾ എന്നുള്ളത്. ഓസോൺ ഹോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സണ്ണിൽ നിന്ന് വരുന്ന ഹാർംഫുൾ ആയിട്ടുള്ള റേസ് എർത്തിലേക്ക് എത്തുകയും ആ ഹാർംഫുൾ റേസ് ആയിട്ടുള്ള UVB പോലെയുള്ള റേസ് സ്കിൻ ക്യാൻസർ കോസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും പഠിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറെ അഡീഷണൽ പോയിന്റ്സ് കിട്ടുന്നുണ്ട്. വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ആ ആൻസറിന്റെ ഏതുമായിട്ട് ബന്ധപ്പെട്ടു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ട്വിസ്റ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഒരിക്കലും ബൈഹാർട്ട് ചെയ്ത് 4 ഓപ്ഷൻസ് മനസ്സിലാക്കരുത്. വ്യക്തമായിട്ടുള്ളൊരു ധാരണയോട് വേണം നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്താനായിട്ട്. Now we are moving to our last question that is related to the taxonomy.
ഫ്ലവറിൻ്റെ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ക്വസ്റ്റ്യൻ നല്ലപോലെ ശ്രദ്ധിക്കുക. ട്രൈകാർപ്പിലറി, പ്രസൻസ് ഓഫ് 3 കാർപ്പൽസ്. സിൻകാർപ്പസ്, 3 കാർപ്പലും സിൻ ഫ്യൂസ്ഡ് ആണ്. ഗൈനീഷ്യം ഈസ് ഫൗണ്ട് ഇൻ ഫ്ലവർ ഓഫ്. 4 ഫാമിലി തന്നിട്ടുണ്ട്. 2 പോയിന്റ് ആണ് ഓവറിയെ കുറിച്ചിട്ട് പറയുന്നത്. 3 കാർപ്പൽസ്, സിൻകാർപ്പസ് ഫ്യൂസ്ഡ് ആണ്. നോക്കിക്കഴിഞ്ഞാൽ 4 ഫാമിലി നോക്കുക. സോളനേസിയെ, ബി ഫെബേസിയെ, സി പോയേസിയെ ആൻഡ് ഡി ലിലിയേസിയെ. സോളനേസിയെ ഒരു ഡൈക്കോട്ട് ഫാമിലിയാണ്. ഡൈക്കോട്ട് ഫാമിലിയിൽ നമ്മൾ പെൻഡാമിയറസ് ആയിട്ട് ഫ്രീ ആയിട്ട് അതുപോലെ തന്നെ പെൻഡാമിയറസ് ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ് സോളനേസി എന്ന് പറയുന്നത്. കാർപ്പൽസ് 2 ആണ്. ഫെബേസി അനദർ ഡൈക്കോട്ട് പ്ലാന്റ് ആണ്. അതിൽ മോണോകാർപ്പിലറി ആണ്, ഒറ്റ കാർപ്പിലേ ഉള്ളൂ. പോവേസി നോക്കിക്കഴിഞ്ഞാൽ യൂണിലോക്കുലർ ആയിട്ടുള്ള സിംഗിൾ ഓവ്യൂൾ ആണുള്ളത്, ഒറ്റ ചേംബർ ഉള്ളൂ, ബേസൽ പ്ലാസന്റേഷൻ ആണ്. ലിലിയേസി ട്രൈമീറസ് ആണ്. എല്ലാ മെമ്പേഴ്സും അതായത് കാലിക്സ്, കൊറോള, അതിന് രണ്ടിനും കൂടി ഒറ്റ പേരാണ് പെരിയാണ്ട്. ട്രൈ ആണ്, 3+3 അറേഞ്ച്മെന്റ് ആണ്. കാർപ്പൽസ് 3 ആണ്. ആൻഡ്രീഷ്യം അല്ലെങ്കിൽ സ്റ്റേമൻസ് എന്ന് പറയുന്നത് 3+3 ആണ്. ഒരു ട്രൈമീറസ് ആയിട്ടുള്ള ഒരു ഫ്ലവറിന്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് ലിലിയേസി. 3 കാർപ്പൽസ് ഉണ്ട്, അത് സിൻകാർപ്പസ് ആണ്. 4 ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 വ്യക്തമായിട്ടുള്ള ഓവറിയുടെ ഡിസ്ക്രിപ്ഷൻസ്, ഗൈനീഷ്യത്തിന്റെ ഡിസ്ക്രിപ്ഷൻസ് വരുന്ന ഒരേ ഒരു ഫാമിലി ലിലിയേസി ആണ്. ഡിസ്കാർഡ് ചെയ്ത പോയിന്റ്സ് നോക്കി നോക്കുക. ഫസ്റ്റ് 2 ഡൈക്കോട്ട് ആണ്. മൂന്നാമത് വരുന്നത് പോവേസി ആണ്. അത് മോണോക്കോട്ട് ആണെങ്കിലും അവിടെ ഒറ്റ ഓവ്യൂൾ, ഒറ്റ ചേംബർ മാത്രമേ ഉള്ളൂ. ഫെബേസിയയിൽ ഒറ്റ ചേംബർ മാത്രമേ ഉള്ളൂ. സോളനേസിയയിൽ 2 ചേംബർ ഉണ്ട്. ലിലിയേസിയയിലാണ് ട്രൈ കാർപ്പിലറി വരുന്നത്. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ലിലിയേസി. ഇന്ന് നമ്മൾ കിങ്ഡം ഓഫ് ബയോളജി ചാനൽ വഴി വിവിധ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ആശയങ്ങളും മനസ്സിലേക്ക് കയറിയിട്ടുണ്ടായിരിക്കും. ഈ ആശയങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യും വേണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആശയങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടാണ് തോന്നുന്നെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അയച്ചു തന്നാൽ ഞാൻ അതിന് തക്കതായ മറുപടി നൽകുന്നതാണ്. മാക്സിമം നെഗറ്റീവ് മാർക്ക് കുറച്ച് പോസിറ്റീവിലേക്ക് എത്താനുള്ള വഴിയായിരിക്കണം നമ്മൾ ആദ്യം നേടേണ്ടത്. ഇനി അടുത്തൊരു വീഡിയോ ഇടുന്നത് വരെ നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കണം. താങ്ക് യു.